ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നിലവിൽ 8ാം സ്ഥാനത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. തൊട്ടുമേലെ ആരാണ്? ഒഡീഷ. അപ്പൊ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷ മെല്ലെ അങ്ങ് ആദ്യം ചവിട്ടി 7ലേക്ക് വേണമല്ലോ. അപ്പൊ ഒഡീഷയെ മാറ്റി നമ്മൾ 7ലേക്ക് വന്നാൽ 21 കളികളിൽ ഒഡീഷയ്ക്ക് ഇപ്പൊ 29 പോയിന്റാണുള്ളത്. 29 പോയിന്റ്. ഒഡീഷ ഇനി ബാക്കിയുള്ള 3 കളി ഒഡീഷയ്ക്ക് മോഹൻ ബഗാൻ, മുഹമ്മദൻസ്, ജംഷഡ്പൂർ. അതിൽ മുഹമ്മദൻസ് മാത്രമാണ് വീക്ക് ടീം. മോഹൻ ബഗാനും ജംഷഡ്പൂർ സ്ട്രോങ് ആണ്. സോ മോഹൻ ബഗാനും ജംഷഡ്പൂരും ഹെൽപ്പ് ചെയ്താൽ ഒഡീഷയുടെ പോരാട്ടം 32 പോയിന്റിൽ അവസാനിക്കും. ഓൺലി 32 പോയിന്റ്സ്. ഇപ്പൊ നിലവിൽ 6ാം സ്ഥാനത്ത് ആരാണ്? മുംബൈ സിറ്റി. ഹൈദരാബാദുമായി മുംബൈ ഒരു ഗോൾലെസ് സമനില വഴങ്ങി എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ 21 കളികളിൽ മുംബൈക്ക് 32 പോയിന്റേ ഉള്ളൂ. മുംബൈക്ക് 3 കളി. ഇത് കഴിഞ്ഞാൽ ഇനി മോഹൻ ബഗാൻ, പിന്നെ നമ്മളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളി, ദെൻ ബാംഗ്ലൂരുമായിട്ടുള്ള ലാസ്റ്റ് ഗെയിം. സോ ഇതിൽ 2 കളിയും മുംബൈ തോക്കണം. കാരണം മോഹൻ ബഗാൻ മുംബൈനെ അടിക്കണം ഉറപ്പായിട്ടും. ബ്ലാസ്റ്റേഴ്സ് ഹോം മാച്ച് ജയിക്കണമല്ലോ, അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ ബ്ലാസ്റ്റേഴ്സ് ഹോം മാച്ച് ജയിക്കുന്നു. അത് മാർച്ച് 7ാം തീയതി മസ്റ്റ് വിൻ ഗെയിം. മാർച്ച് 7ാം തീയതി ഹോം. ബാംഗ്ലൂരുമായിട്ടുള്ള മുംബൈയുടെ ലാസ്റ്റ് കളി, ആ കളിയും മുംബൈ തോൽക്കുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ മുംബൈയുടെ പോരാട്ടം ഇനിയുള്ള 3 കളിയും അവർ തോക്കുന്നു എന്ന് വിചാരിച്ചാൽ മുംബൈയുടെ പോരാട്ടം 32 അവസാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഗോവയോട് എല്ലാ 4 കളിയും ജയിച്ചാൽ 36 ഡൺ. ഇനി ഗോവയോട് തെറ്റ് അവസാനത്തെ 3 കളിയും ജയിച്ചാൽ 33 വരുമെന്ന് ഞാൻ പറഞ്ഞു.